എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, പുനരുച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. നാം ധാരാളം കേട്ടിട്ടുള്ളതായ ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം. ഇവിടെ കേൾപ്പാനുള്ള മാന്ദ്യം, ശിശുക്കൾ, ഉപദേഷ്ടാക്കന്മാർ തുടങ്ങിയതായിട്ടുള്ള പദങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾ അല്ലേ, ഇപ്പോഴും വചനത്തിൻ്റെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാനായിട്ട് ആവശ്യമായിരിക്കുന്നു. അവർക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം ഏത് വർഷമാണ് എഴുതിയതെന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള, ആരാണ് എഴുതിയത് എന്നുള്ളതും എന്നാണ് എഴുതിയതെന്നുള്ളതും കൃത്യമായിട്ടുള്ള ഒരു രേഖ ലഭ്യമല്ല. എങ്കിലും ഒരു 10-30 വർഷം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് അല്ലെങ്കിൽ സഭയുടെ രൂപീകരണത്തിന് ശേഷം ഒരു 10-30 വർഷം കഴിഞ്ഞിട്ടായിരിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ഒരു 5, 10, 15, 20, 25 വർഷം വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന ആളുകളെക്കുറിച്ചാണ് ഇവിടെ ലേഖനകാരൻ പറയുന്നത്. എന്താണ്? കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്ന നിങ്ങൾ. അപ്പോൾ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കുക. നമുക്കറിയാം, നമ്മൾ അധ്യാപകർ എങ്ങനെയാണ്, ഒരു അധ്യാപകനെ പരിശീലിപ്പിച്ചെടുക്കാനായിട്ട് എത്ര കാലഘട്ടം വേണം? 5 വയസ്സിൽ കൊണ്ട് 1-ാം ക്ലാസ്സിൽ ചേർത്താൽ പിന്നെ ഒരു 10 വർഷം, 10-ാം ക്ലാസ്, അപ്പോൾ 15 വയസ്സ്, പിന്നെ +1 +2 17 വയസ്സ്, പിന്നെ ഒരു ഡിഗ്രി 17, 3, 20, ഇനി അങ്ങോട്ട് 21, പിന്നെ ഒരു BEd അല്ലേ, ഇത്രയൊക്കെ അല്ലേ. അപ്പോൾ ഒരു 10-22 മുതൽ 25 വയസ്സാകുമ്പോഴേക്കും മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ഉപദേഷ്ടാവ് എന്നുള്ള നിലയിൽ ഒരു ശിശു ആയിത്തീരും. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ഒരു 10-20-25 വർഷം പരിചയമായാൽ അദ്ദേഹത്തെക്കുറിച്ച്, സഹോദരനെക്കുറിച്ചാണേലും സഹോദരിയെക്കുറിച്ചാണേലും, സഹോദരിമാർ സഭയിൽ ഉപദേഷ്ടാക്കന്മാരല്ല എന്നുള്ളത് മാത്രം, അവർ ഭവനത്തിലും സഹോദരിമാരുടെ ഇടയിലൊക്കെ ഉപദേശം കൊടുക്കുന്നതായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത്രയൊക്കെ കാലഘട്ടം പിന്നിടുന്നതായിട്ടുള്ള എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാകേണ്ടുന്നതായിട്ടുള്ള ആളുകളാണ് എന്ന് ഞാൻ ഒരു കൃത്യമായിട്ടുള്ള താരതമ്യമല്ല, എന്നാൽ ഒരു ഏകദേശ താരതമ്യം ഞാൻ പറയുകയാണ്. അപ്പോൾ ഒരു രക്ഷിക്കപ്പെട്ടിട്ട് വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഒരു 20 വർഷം 22 വർഷമൊക്കെ കഴിഞ്ഞ ആളുകൾ നമ്മുടെ കൂടെ ധാരാളമുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്നതായിട്ടുള്ള ആളുകളാണ്. എന്നാൽ ഇവിടെ ലേഖനകാരൻ പറയുന്നത് അവർക്ക് കേൾപ്പാൻ മാന്ദ്യമുണ്ട്, അതായത് കേൾക്കാൻ താല്പര്യമില്ല, കേട്ടാൽ മനസ്സിലാകുന്നില്ല. പിന്നെ മാത്രവുമല്ല, ഇപ്പോഴും ശിശുക്കൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള പാലാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പാല്, ശിശുക്കൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള പാല്, എന്താണ് കട്ടിയാഹാരം എന്നുള്ളത് നമുക്ക് വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ശിശുക്കൾ കഴിക്കുന്നതായിട്ടുള്ള പാല് എന്ന് പറയുന്നത്? 6-ാമത്തെ അധ്യായത്തിലാണത്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലേക്കുള്ള വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ
ആദ്യവചനം വിട്ട് നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ശിശുവിന് കൊടുക്കുന്ന പാല് എന്ന് പറയുന്നത് എന്താണ്? അങ്ങ് മാനസാന്തരം മുതൽ നിത്യശിക്ഷാവിധി വരെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ പലപ്പോഴും ഈ പാല് പോലും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് മനസ്സിലാകാത്ത, അല്ലെങ്കിൽ അവർക്ക് ദഹിക്കാത്തതായിട്ടുള്ള ഒരവസ്ഥ നമുക്ക് ക്രിസ്തീയ ലോകത്തെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ മാനസാന്തരം മുതൽ അവൻ്റെ പുനരുദ്ധാനം അല്ലെങ്കിൽ നിത്യശിക്ഷാവിധി, ഇത് രണ്ടും സംഭവിക്കുന്നത് വരെയുള്ള എല്ലാ ഉപദേശങ്ങളും പാൽ എന്നുള്ള നിലയിലാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? എന്നാൽ കട്ടിയായിട്ടുള്ള ആഹാരം എന്താണ്? എന്താണ് കട്ടിയായിട്ടുള്ള ആഹാരം? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യവചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതാണ് കട്ടിയായിട്ടുള്ള ആഹാരം. ശരിയാണോ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നിത്യശിക്ഷാവിധി വരെയുള്ളതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല കട്ടിയായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത്. ഒരു വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടുള്ള മനുഷ്യൻ, ഒരു വ്യക്തി പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ആവശ്യമായിട്ടുള്ള മറ്റെന്തോ ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ കട്ടിയായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് 4-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കട്ടിയായുള്ള 14-ാമത്തെ വാക്യം, കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ എന്താണ് കട്ടിയാഹാരം? നമ്മൾ വിചാരിക്കും അതെന്തോ വലിയ ഉപദേശ വിഷയങ്ങളൊക്കെയാണ്, അല്ലാതെ നമ്മൾ ഇതൊന്നുമല്ല അല്ലെ. കട്ടിയായിട്ടുള്ള ആഹാരം എന്ന് പറഞ്ഞു കഴിയുമ്പം കടിച്ചാൽ പൊട്ടാത്ത ഉപദേശം പറയുന്നതായിട്ടുള്ള ധാരാളം ആളുകൾ നമുക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് കഴിയും, ക്രിസ്തീയ ലോകത്ത് കാണുവാനായിട്ട് കഴിയും. അവർ വളരെ ലളിതമായിട്ടുള്ള കാര്യത്തെ പോലും വളരെ സങ്കീർണമായി അവതരിപ്പിച്ച് അവരുടെ പ്രസംഗത്തെ വളരെ കടുപ്പമുള്ളതാക്കി ആകർഷിക്കത്തക്ക ഒരു നിലവാരത്തിലേക്ക് അവർ കൊണ്ടുപോകും. വളരെ ലളിതമായിട്ടുള്ള കാര്യമായിരിക്കും. അതിനെ വിവിധ വ്യാഖ്യാനങ്ങളും ഭാഷാ ശൈലികളും അല്ലെങ്കിൽ ഭാഷയിൽ അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഓരോ വാക്കുകളൊക്കെ എടുത്ത് അവർ വളരെ സങ്കീർണമാക്കി ആർക്കും ഒന്നും മനസ്സിലാകാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അവസ്ഥയിലെത്തിക്കും. അതാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇവിടെ കട്ടിയായുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക്. അപ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ കട്ടിയായ ആഹാരത്തിലൂടെ, അത് കഴിക്കുന്നതിലൂടെ, പരിജ്ഞാന പൂർത്തി പ്രാപിക്കുന്നതിലൂടെ നാം നേടിയെടുക്കേണ്ടതായിട്ടുള്ള കാര്യം അല്ലേ. നമ്മളായിരുന്ന സഭകളിലോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നാം അംഗമായിരിക്കുന്ന സഭകളിലൊക്കെ നമ്മളെ എങ്ങനെ പരസ്പരം നമ്മൾ സംസാരിക്കുമ്പം വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ, ചിന്താഗതികൾ ഒരേ കാര്യത്തെക്കുറിച്ച് ഉണ്ടാകുന്നത് നമുക്ക് സാധാരണമാണ് അല്ലേ. അങ്ങനെയാണ് പലപ്പോഴും മിക്കവാറും സഭകളിലൊക്കെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടാണ് അവർ തമ്മിൽ വഴക്കുണ്ടാകുകയും അവരെ പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? ചിലരുടെ ശരികൾ ചിലരുടെ ശരികളല്ല, ചിലരുടെ തെറ്റുകൾ മറ്റു ചിലരുടെ തെറ്റുകളുമല്ല. അപ്പോൾ സഭയിൽ ഏതൊരു വിഷയങ്ങളുണ്ടായാൽ അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുള്ള പല ആളുകളുണ്ടാവും, പല നിലപാടുകളുള്ള പല ആളുകളുണ്ടാവും. എന്നാൽ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഇല്ലാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കൊരിന്ത്യർ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ കാരണമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താ? നിങ്ങൾ ജഡികരാണ്, നിങ്ങൾക്ക് പക്ഷമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വെല്ലുവിളിക്കുന്നവരും അല്ലെങ്കിൽ ഓരോരുത്തരുടെ പക്ഷം ചേരുന്നവരുമാണ്. അതിനകത്ത് ക്രിസ്തുവിൻ്റെ പക്ഷക്കാരുണ്ട്, അപ്പല്ലോസിൻ്റെ പക്ഷക്കാരുണ്ട്, പൗലോസിൻ്റെ പക്ഷക്കാരുണ്ട്, അങ്ങനെ പല പക്ഷക്കാരുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരും അവിടെയുണ്ട്. അപ്പോൾ ഈ നന്മതിന്മകളെക്കുറിച്ച് ഉള്ള അറിവ്, തിരിച്ചറിവ് എന്ന് പറയുന്നതാണ് കട്ടിയായ ആഹാരം. അത് കഴിക്കുന്നതിലൂടെ നാം എത്തിപ്പെടേണ്ടതായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. വ്യക്തമായോ? അപ്പോൾ എല്ലാ സഭകളിലും ഉണ്ടാകുന്ന പ്രശ്നത്തിന് കാരണം എന്താ? അവരിപ്പോഴും വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസം പോകുമോ വരുമോ, അവിടെയാണ് അവരുടെ തർക്കം കിടക്കണത് അല്ലേ. അതിനെക്കുറിച്ചുള്ള വിശ്വാസം, ഒരാൾ വിശ്വസിക്കുന്ന വിശ്വാസം അദ്ദേഹത്തിന് തള്ളിക്കളയാൻ പറ്റുമോ എന്നുള്ളത് ഇന്ന് ലോകത്തിലെ ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഇടയിലുള്ള വലിയ തർക്ക വിഷയമാണ്. അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടില്ല.
നമുക്കറിയാം വിശ്വാസം തള്ളിക്കളഞ്ഞവരെക്കുറിച്ചും വിശ്വാസം പൊയ്പോകാതിരിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് പൊയ്പോകാതിരിക്കേണ്ടതിന് വേണ്ടി എന്ന് പറഞ്ഞ് പത്രോസിനോട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കേണ്ടതിനെക്കുറിച്ചും, അതുപോലെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകാതിരിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറയുന്നതും, ഇങ്ങനെയുള്ള വിശ്വാസം പൊയ്പോകുന്നതിനെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങളും വിശ്വാസം വിട്ടുകളഞ്ഞതായിട്ടുള്ള അനേകം ആളുകളുടെ ചരിത്രങ്ങളും ബൈബിളിലും പുറത്തുമുണ്ടായിരിക്കെ ഇന്നും കിടന്ന് തർക്കിക്കുന്നത് ഏത് വിഷയത്തിലാ? വിശ്വാസം എന്ന് പറഞ്ഞ വിഷയത്തിലാ. അപ്പോൾ പിന്നെ അവർക്ക് നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യാസം ചെയ്ത ഇന്ദ്രിയങ്ങളുള്ളവരായി പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാനോ അതിനു വേണ്ടുന്നതായിട്ടുള്ള യാതൊന്നും അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് ലോകത്തിലെ പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്കറിയാമല്ലോ. ശിക്ഷാവിധിയെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ്, മാനസാന്തരത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ്, വിശ്വാസത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ്, സ്നാനത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ്. ഈ പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള പാലെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പോലും ഇന്ന് സഭകളുടെ ഇടയിലോ അല്ലെങ്കിൽ ഒരു സഭയിൽ തന്നെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യക്തികളുടെ ഇടയിലോ അഭിപ്രായ ഐക്യം ഇല്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ ഒരു അഭിപ്രായ ഐക്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിരുദ്ധാഭിപ്രായമൊന്നും ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ ദൈവവചനം വളരെ ക്രമമായി പഠിക്കുന്ന ആളുകളാണ്. നമ്മൾ ഏതെങ്കിലും ഇഷ്ടമുള്ള, നമുക്കറിയാം പല ഉപദേഷ്ടാക്കന്മാർക്കും അവർക്ക് ഇഷ്ടമുള്ള ചില കഥാപാത്രങ്ങളുണ്ട്, ഇഷ്ടമുള്ള ചില പുസ്തകങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ദിവ്യ സഹോദരി പറഞ്ഞു, ഒരു പാസ്റ്റർ ഒരു 3 വർഷം ഒരു സഭയിലുണ്ടായിട്ട് പ്രസംഗിച്ചത് മുഴുവൻ ഇവിടുന്നാണ്, സങ്കീർത്തനത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും അത് വളരെ ക്രമമായി, പഴയ നിയമത്തിലെ പുസ്തകങ്ങളും അത് വേഴ്സ് ബൈ വേഴ്സ്, വാക്യപ്രതി വാക്യം നമ്മൾ വായിക്കുകയും പഠിപ്പിക്കുകയും അത് മറ്റ് ദൈവവചന ഭാഗങ്ങളോട് വിരുദ്ധമാകാത്ത വിധത്തിൽ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടല്ലാതെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ സഭയിലുള്ളതായിട്ടുള്ള ഒരു മെച്ചമാണ്. ശരി, അപ്പോൾ നന്മതിന്മകളെ തിരിച്ചറിയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനുണ്ടായിട്ടുള്ള പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ നന്മതിന്മകളെ തിരിച്ചറിയുവാനായിട്ട് മനുഷ്യൻ അധികാരം കൈയാളിയതാണ് ഏദനിൽ സംഭവിച്ചതായിട്ടുള്ള പരാജയം എന്ന് പറയുന്നത്, അല്ലേ? തോട്ടത്തിൻ്റെ നടുവിൽ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞു. അത് മനുഷ്യൻ തിന്നു, മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു. അപ്പോൾ നമ്മൾ ഈ ദേഹം, ദേഹി, ആത്മാവെന്നൊക്കെ ധാരാളം നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറയാറുണ്ട്. മനുഷ്യൻ്റെ സൃഷ്ടിയിൽ ആദത്തിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ദേഹം, ദേഹി, ആത്മാവ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് അവരെ സൃഷ്ടിച്ചത്, വ്യക്തികളായിട്ടാണ് അവരെ സൃഷ്ടിച്ചത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദേഹവും ദേഹിയും ആത്മാവും അവർ ഒറ്റക്കെട്ടായിരുന്നു. ആത്മാവിന് പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യമില്ല, ദേഹത്തിന് വേറെ താല്പര്യമില്ല, ദേഹിക്കും താല്പര്യമില്ല. അവർ നന്മതിന്മകളെക്കുറിച്ച് അവർ അറിഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മുടെ ആത്മാവിലേക്ക്, മനുഷ്യൻ്റെ ആത്മാവിലേക്ക് നന്മ എന്ത്, തിന്മ എന്ത് എന്നുള്ള കാര്യത്തെ പകർന്നു കൊടുത്തിരുന്നു. അതായിരുന്നു ഏദനിലെ പ്രമാണം എന്ന് പറയുന്നത്. എന്നാൽ പിശാച് വന്നേച്ചെന്ന് പറഞ്ഞു, നന്മതിന്മകളെയൊക്കെ അറിയാനായിട്ട് ഇനി ഈ ദൈവത്തിൻ്റെ അടുക്കൽ പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, അതൊക്കെ സ്വന്തം നിങ്ങളുടെ അധികാരത്തിലേക്ക് എടുക്കാം. ആ വൃക്ഷത്തിൻ്റെ ഫലം അങ്ങ് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. നന്മയും തിന്മയും ഇനി ദൈവത്തിൽ നിന്ന് പോയി പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വന്തം തീരുമാനിക്കാം, അല്ലേ? അതാണ് ചെയ്ത തന്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യൻ ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നു. എന്ത് പറ്റി? ദൈവവും മനുഷ്യനുമായിട്ടുള്ള ദൈവകൽപ്പനകളുടെ ലംഘനത്തിൻ്റെ ഫലമായിട്ട് ദൈവം മനുഷ്യനോട് ഇടപെടുന്നതായിട്ടുള്ള നമ്മളിൽ ദൈവം തന്നിരുന്നതായിട്ടുള്ള ആത്മാവ് ദൈവത്തിൽ നിന്നും അകന്നുപോയി. കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് ആ കർത്താവിൻ്റെ യാഗത്തിൽ വിശ്വസിക്കുകയും ആ കർത്താവിനെ സമർപ്പിക്കുകയും ചെയ്ത ആളുകൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയാത്തതായ നമ്മളുടെ ആത്മാവിന് ദൈവീക ജീവൻ പകർന്നുകൊണ്ട് പാപം ലോകത്തിൽ കിടക്കുന്നതിന് മുമ്പ് എങ്ങനെ ദൈവം നമ്മുടെ ആത്മാവിലൂടെ നമ്മളോട് സംസാരിച്ചുവോ അതേ രീതിയിൽ ഉള്ള ഒരു തിരിച്ചുപോക്കാണ് നമുക്ക് ദൈവം കർത്താവായ യേശുക്രിസ്തുവിലൂടെ വാഗ്ദാനം ചെയ്തത്. അപ്പോൾ ഇനി പാപത്താൽ കളങ്കിതരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ആത്മാവിനാൽ, ദൈവാത്മാവിലൂടെ നമ്മുടെ ആത്മാവിനാൽ സ്വീകരിച്ച്
നാം അന്നുണ്ടായിരുന്നതായിട്ടുള്ള ദേഹവും ദേഹി ആത്മാവും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് പോകേണ്ടുന്നത് ആവശ്യമാണ്. എന്നാൽ അതിന് വലിയ ഒരു പ്രതിസന്ധി ഇന്ന് ലോകത്തുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, അനേക ആളുകളും പ്രസംഗിക്കുമ്പോൾ ദൈവം എന്നോട് ഇന്നലെ സംസാരിച്ചു, ഇന്നലെ രാത്രി സംസാരിച്ചു, ഞാൻ അവിടെ ഇരുന്നപ്പോൾ സംസാരിച്ചു, ഞാൻ എഴുന്നേറ്റപ്പോൾ സംസാരിച്ചു, ഞാൻ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവമെന്നോ അല്ലെങ്കിൽ ദൈവാത്മാവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നതായിട്ട് ധാരാളം ആളുകളെ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും സമൂഹത്തിൽ. അവരൊക്കെ അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് അവർ പറയുന്നതിന് വചനത്തിൻ്റെതായിട്ടുള്ള ബലം കാര്യമായിട്ട് കൊടുക്കാൻ പറ്റാത്തപ്പം അവരെന്ത് ചെയ്യുന്നു? അവരിത് ദൈവം പറഞ്ഞതാന്ന് പറയുന്നു. അപ്പോൾ എന്തു പറയാം? അവർക്ക് എന്തും പറയാം. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അതിൻ്റെ ഓദർ എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് അങ്ങോട്ട് ചാരുകയാണ്. എന്നാൽ പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ പ്രസംഗിക്കുന്നതായിട്ടുള്ള കാര്യം അവരുടെ തോന്നലുകളാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്കും പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ തോന്നലുകൾ നമ്മെ സ്വാധീനിക്കാനും അത് ദൈവാത്മാവിൻ്റെ ചിന്തയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്നൊരു തോന്നൽ, ഇന്നൊരു ആലോചന ദൈവം തന്നു. സർവ്വസാധാരണമായ ദൈവമക്കൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, വിവാഹത്തോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ജീവിതത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളോടനുബന്ധിച്ച് എല്ലാവരും പറയും ഞാൻ പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നു, ദൈവം തന്ന ആലോചന ഇങ്ങനെയാണ് എന്നാണ് അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ അങ്ങനെയുള്ള അനേകം ആലോചനകളും കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും വചനത്തിൻ്റെ അടിസ്ഥാനമുള്ളതല്ല. ഇതൊക്കെ അവരുടെ തോന്നലുകളാണ്, അവരുടെ ബുദ്ധിയിലെ ചിന്തകളാണ്, അവരുടെ പ്ലാനുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ദൈവാത്മാവിൻ്റെ ചിന്ത നമുക്കറിയാമല്ലോ, ദൈവിക ജീവൻ ലഭിച്ച് നമ്മുടെ ആത്മാവ് ജീവിപ്പിക്കപ്പെട്ട് ദൈവാത്മാവിൽ നിന്നും ആലോചനകൾ സ്വീകരിച്ച് നാം ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുക എന്നുള്ളതാണ് പുതിയ നിയമ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകളാണോ, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ചിന്തകളാണോ നാം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നത് എന്നുള്ളത് അറിയേണ്ടത് വളരെ ആവശ്യമാണ്. അല്ല എങ്കിൽ നമ്മളുടെ ചിന്തകളൊക്കെ ദൈവത്തിൻ്റെ ആണെന്ന് നമ്മൾ ആരോപിക്കും. അത് ദൈവത്തിൽ നിന്നായിരിക്കുകയില്ല, ദൈവവും ആ ചിന്തയുമായിട്ടൊരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം കഴിഞ്ഞ 40 വർഷത്തെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിനിടയിൽ ഞാൻ കണ്ടിടത്തോളം 99% ആളുകളുടെയും 99% കാഴ്ചപ്പാടുകളും അവരുടെ ആത്മാവിൽ നിന്ന്, ദൈവാത്മാവിൽ നിന്ന് പ്രാപിച്ചതല്ല, മറിച്ച് അവരുടെ സ്വന്തം ചിന്താഗതിയിൽ ഉളവായതായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് ഇന്ന് ലോകത്തുള്ളത് എന്ന് ഞാൻ ഓർക്കുകയാണ്. ശരി, എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ, അത് ദൈവാത്മാവിൻ്റെ ചിന്ത ദൈവാത്മാവ് നമുക്ക് നൽകുന്നതാണോ അതെയോ നമ്മുടെ സ്വന്തം ചിന്താഗതിയാണോ എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക? നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുന്നവർ മൈക്ക് ഉപയോഗിച്ച് വായിക്കണേ, അല്ലെങ്കിൽ ഓൺലൈനിലുള്ളവർക്ക് കേൾക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ശരി, ഇവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇരുവായ്ത്തലയുള്ള വാളാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ വ്യാഖ്യാനം എന്താ നമ്മൾ കേട്ടിട്ടുള്ളേ? എന്താ റോസ്ലി സിസ്റ്റർ കേട്ടിട്ടുള്ളേ? ശക്തിയേറിയതാണ്. വത്സ സിസ്റ്ററെ, ഇരുവായ്ത്തലയുള്ള വാളാണെന്ന് പറയുമ്പോ എന്താ ഉദ്ദേശിക്കുന്നേ? കേൾക്കത്തില്ല. രണ്ടു വശവും മുറിയൂല. കറക്റ്റ്. അതാണ് ഇന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത്. അതായത് പ്രസംഗിക്കുന്നവനെയും വെട്ടും, അല്ലെ? പ്രസംഗിക്കുന്നവനെയും വെട്ടും, കേൾക്കുന്നവനെയും വെട്ടും, അല്ലെ? അങ്ങനെയല്ലേ കേട്ടിട്ടുള്ളത്? അപ്പം എനിക്കറിയത്തില്ല, ഈ വാള ആരും എടുത്തിട്ട് സ്വന്തം ദേഹത്തടിച്ചിട്ട് പുറത്തോട്ട് വേറൊരാളെ വെട്ടുന്നു അല്ലെങ്കിൽ വേറൊരു വൃക്ഷത്തെ വെട്ടുന്നു ഒന്നും നമ്മൾ കാണാറില്ല. ഒരിക്കലും നമ്മുടെ ദേഹത്തേക്ക് ഒരു വാൾ വരാറില്ല. ഇരുവായ്ത്തലയുള്ള വാളിന് അതാണ് എന്ന് പറയുന്നതായിട്ടുള്ള വ്യാഖ്യാനം ഒരിക്കലും ശരിയല്ല. പക്ഷെ അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചേ, അവിടെ ഉണ്ടല്ലോ അത്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും
പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. അവിടെ ഈ വാള് വേർപിടിപ്പിക്കുന്നതായിട്ടുള്ള 3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പ്രാണനെ, ആത്മാവിനെ, സന്ധിമജ്ജകൾ എന്ന് വെച്ചാൽ ദേഹത്തെ. ദേഹം, ദേഹി, ആത്മാവിനെ വേർപിടിവിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ആയുധമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. അല്ലേ? അവിടെ ഇല്ലേ? അങ്ങനെ ഇല്ലേ സിസ്റ്ററെ? ഉണ്ടല്ലേ? ഇതിന് വേറൊരു വ്യാഖ്യാനം കൊടുക്കാനായിട്ട് എന്തെങ്കിലും കാര്യം ഈ വാക്യം വായിച്ചാൽ നമുക്കുണ്ടോ? ദൈവവചനം ശ്രദ്ധിച്ച് വായിക്കാതെ വരുമ്പോൾ നമുക്കെല്ലാവർക്കും വരുന്നതായിട്ടുള്ള വലിയ അബദ്ധമാണ് ഈ പറഞ്ഞതൊക്കെ. നമ്മുടെ പ്രാണനെയും നമ്മുടെ ദേഹത്തെയും നമ്മുടെ ആത്മാവിനെയും, അതായത് പ്രാണന്റെ, ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ, പ്രാണന്റെ അല്ലെങ്കിൽ ദേഹിയുടെ ഇഷ്ടങ്ങൾ, ആത്മാവിൻ്റെ ഇഷ്ടങ്ങൾ, ഇതിനെ തമ്മിൽ വേർപിരിക്കുവാനായിട്ട്, അതിനെ തമ്മിൽ വേർതിരിച്ച് ഇതെവിടെ നിന്നാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഈ ചിന്തകൾ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. മനസ്സിലായോ? കൃത്യമാണോ? അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് താരതമ്യം ചെയ്തപ്പോൾ അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതെന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യന് ഉണ്ടാക്കാൻ, സങ്കല്പിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഏറ്റവും മൂർച്ചയുള്ള ഒരു വാളെടുത്താലും അതിനേക്കാൾ മൂർച്ചയാണ് ഇവിടെ നമുക്ക് ലോകത്ത് ഉപയോഗിക്കുന്ന ഏറ്റവും മൂർച്ചയുള്ള ആയുധം. എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ ഷൻ സിസ്റ്ററെ? കേട്ടില്ല. മുറിവേൽപ്പിക്കാൻ അല്ല. സഹോദരി നേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സർജിക്കൽ ബ്ലേഡുകളില്ലേ? സർജിക്കൽ ബ്ലേഡുകൾ ആണ് ഇന്ന് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും മൂർച്ചയേറിയതായിട്ടുള്ള ആദയം. കാരണം എന്താ? ശരീരത്തിലെ ഞരമ്പുകളൊന്നും മുറിയാതെ വളരെ സൂക്ഷ്മമായി കൃത്യമായി മുറിക്കുവാനായിട്ട് വേണം. അതുകൊണ്ട് അത് വളരെ മൂർച്ചയുള്ളതാണ് സർജിക്കൽ ബ്ലേഡുകൾ. എന്നാൽ നമുക്ക് മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്ന ഏത് സർജിക്കൽ ബ്ലേഡിനേക്കാളും ഈ വാൾ എന്ന് പറയുന്നത് മൂർച്ചയേറിയതാണ്. അതിനോട് താരതമ്യം ചെയ്താൽ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്ന് മാത്രമല്ല, ഈ വാളിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇരുവായ്ത്തലയുണ്ട്, 2 തലയുണ്ട്. 2 തലയുള്ള വാളുകൊണ്ട് എന്താ ഒരു പ്രത്യേകത? അതിൻ്റെ 2 സ്ഥലത്തും മൂർച്ചയുണ്ടെങ്കിൽ ആരെങ്കിലും വെട്ടിയാൽ പിന്നെ രണ്ടാമത് വെട്ടണ്ട, തിരിച്ചാൽ മതി അല്ലേ? അപ്പോൾ എല്ലാ സൈഡ് 2 മൂർച്ചയാണ്. അതായത് വളരെ കൃത്യമായി ഇതിനെ വേർപിരിക്കുവാനായിട്ട് കഴിയുന്നതായിട്ടാണ്. പിന്നെ ജീവനുണ്ട് ഈ വാളിന്. ദൈവവചനമാകുന്ന വാളിന് ജീവനുണ്ട്. പിന്നെ ചൈതന്യമുണ്ട്. ചൈതന്യമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥങ്ങൾ നോക്കിയപ്പോൾ ഒരു ഇംഗ്ലീഷ് ബൈബിളിൽ അതിനെക്കുറിച്ച് പവർ, ശക്തിയുള്ളതാണ് എന്ന് പറഞ്ഞു. വേറൊരു ഇംഗ്ലീഷ് ബൈബിളിൽ അതിനെക്കുറിച്ച് അത് ആക്റ്റീവാണ് എന്ന് വെച്ചാൽ അത് പ്രവർത്തിക്കുന്നതാണ്, വെറുതെ ഇരിക്കുന്നതല്ല. നമുക്കൊരു വാൾ വെറുതെ വെച്ചിരുന്നാൽ ആ വാൾ ഒരു ഇരുമ്പിൻ്റെ വാളാണെങ്കിൽ ആ വാൾ അങ്ങനെ ഇരിക്കുകയുള്ളൂ. എന്നാൽ ദൈവവചനമാകുന്ന വാള് ശക്തിയുള്ളതും ആക്റ്റീവായിട്ടുള്ളതും പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ ലോകത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതുമായിട്ടുള്ള വാളാണ്. 2 വായ്ത്തലയുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ അതായത് വചനമാണ് നമ്മളുടെ ഹൃദയത്തിലെ ചിന്തകളെ, ദേഹിയുടെ ചിന്തകളെ, ആത്മാവിൻ്റെ ചിന്തകളെ, നമ്മുടെ ദേഹത്തിൻ്റെ മോഹങ്ങളെയൊക്കെ വേർതിരിച്ചറിയുവാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ആയുധമെന്ന് പറയുന്നത്. ഈ ദൈവവചന പഠനത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ബൈബിൾ എടുത്തു വെച്ച് രക്ഷയെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചോ ഒക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ പോയാൽ ഒരിക്കലും ഈ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുക, അതല്ല എങ്കിൽ ഈ നിലയിലുള്ളതായ ഒരു നന്മതിന്മകളെ തിരിച്ചറിയുവാൻ കഴിയുന്നതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മനുഷ്യന് ഒരിക്കലും എത്തിപ്പെടുവാനായിട്ട് കഴിയുകയില്ല. അതൊക്കെ ബാലപാഠങ്ങളാണ്, അല്ലെങ്കിൽ ആദ്യ പാഠങ്ങളാണ്. അതൊക്കെ നമ്മൾ എത്രയോ മുമ്പേ പഠിച്ച് അതിലൊക്കെ ഡിഗ്രി എടുത്ത് ഇരിക്കേണ്ടതായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ വിശ്വാസത്തിൽ സമ്പന്നരെ അല്ലെങ്കിൽ ദീർഘകാലം കഴിഞ്ഞതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവരിനി എത്തിപ്പിടിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ദൈവാത്മാവിൽ നിന്നും ആലോചനകളെ സ്വീകരിച്ച്, നമ്മുടെ ആത്മാവിലൂടെ ആലോചനകളെ സ്വീകരിച്ച് ശരി തെറ്റുകളെ അല്ലെങ്കിൽ നന്മ തിന്മകളെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുക, അതല്ല എങ്കിൽ നാം പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഒരു പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാനോ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനോ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് ഈ സഭകളിൽ കാണുന്നതായിട്ടുള്ള എല്ലാ കോലാഹലങ്ങളും. ഒരാൾക്ക്
അദ്ദേഹം ജനിച്ചു വളർന്നതായുള്ള സാഹചര്യം, അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അതൊക്കെ അദ്ദേഹത്തെ ഒരു രീതിയിൽ ചിന്തിപ്പിക്കുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടതായിട്ടുള്ള ആളുകൾ അവർ ഓരോരുത്തരും ഓരോ രീതിയിൽ ചിന്തിക്കുന്നു. പിന്നെ അവർ ഏകദേശ ധാരണയുള്ള ആളുകളൊക്കെ അവരൊരു കൂട്ടമായിട്ട് മാറുന്നു. അങ്ങനെ ഒരു സഭയിൽ 2, 3, 4 പക്ഷങ്ങളായി തമ്മിൽ പിരിഞ്ഞ് അങ്ങനെ സഭകളുടെ എണ്ണം കൂടുന്നു. ഈ പിരിഞ്ഞു പോകുന്ന ആളുകൾ വീണ്ടും അവർ തമ്മിൽ വീണ്ടും പിരിയുന്നു. കാരണം എന്താണ്? സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക്, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് ദൈവാത്മാവിൽ നിന്നും പ്രാപിക്കുവാനായിട്ടല്ല, മറിച്ച് നമ്മുടെ ദേഹിയുടെയും ദേഹത്തിൻ്റെയും ഒരു എക്സസൈസായിട്ട്, ഒരു വിഷയമായിട്ട് അത് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏത് വിഷയമെടുത്താലും, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നമ്മളൊരു ജീവിതത്തിലൊരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക? നേരത്തെ ജോസഫരൻ പറവാൻ താമസവും കേൾപ്പാൻ വേഗതയും അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പ്രത്യേകത എന്താ? നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറുപടി പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്ന? ആരായിരിക്കും? ദൈവാത്മാവാണോ അതോ നമ്മുടെ ദേഹിയാണോ അവിടെ പ്രതികരിക്കുന്നത്? നമ്മുടെ ദേഹിയാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കേൾപ്പാൻ വേഗത, പറവാൻ താമസം. വളരെ സൂക്ഷിച്ച്, വളരെ സമയമെടുത്ത് പറയുവാനായിട്ട് കഴിയുള്ളൂ. ആത്മാവിൻ്റെ ചിന്ത, ആത്മാവ് നമുക്ക് വേണ്ടി ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തോട് മധ്യസ്ഥം അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ചിന്ത ഇന്നത് എന്ന് അറിയുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ചിന്ത അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ആത്മാവിൻ്റെ ചിന്ത അറിയണമെങ്കിൽ നമ്മൾ ഹൃദയങ്ങളെ പരിശോധിക്കണം. നമ്മൾ ഹൃദയങ്ങളെ പരിശോധിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് ഇങ്ങോട്ട് കേട്ടാൽ എടുത്തടിച്ച് അതിന് മറുപടി പറയുമ്പോൾ ആരുടെ ഹൃദയത്തെ പരിശോധിച്ചാ സാധാരണ പറയാറുള്ളൂ? ആരുമല്ല, ഒന്നും പരിശോധിക്കാറില്ല. അതിനുശേഷം ദൈവം എനിക്ക് തന്ന വെളിപ്പാടാണെന്നും, അല്ലെങ്കിൽ പിന്നെന്താ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയാൽ പിന്നെ നമ്മുടെ പരിപാടി അടുത്തത് എന്താ? നമ്മൾ ചെയ്തതിനെ എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് ആ സ്ഥാനത്ത് നമ്മൾ ഉറച്ചു നിൽക്കുന്നു, അല്ലേ? അങ്ങനെ പല ആളുകൾ അവരവരുടേതായിട്ടുള്ള നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ അവിടെ ഭിന്നതയാകുന്നു, അവിടെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാകുന്നു. പലപ്പോഴും സഭകളിൽ ഇങ്ങനെ 2ആയതിനെക്കുറിച്ചും 3ആയതിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതിനേക്കാൾ വലിയ അപകടകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? അവർ 2ഓ 3ഓ ഒന്നും ആയില്ലെങ്കിലും ഒരുമിച്ചിരുന്ന് ഇരിക്കുന്നുവെങ്കിലും, ഒരു ഹോളിൽ ഇരിക്കുന്നുവെങ്കിലും, ഒരേ സമയത്ത് വരികയും ഒരേ സമയത്ത് അവിടെ ഇരിക്കുകയും ഒരേ സമയത്ത് പോവുകയും ചെയ്യുന്നുവെങ്കിലും അവരിലൊക്കെ 2, 3, 4 പക്ഷങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രായോഗികമായിട്ടുള്ള വേറെ സഭകൾ കിട്ടാത്തതുകൊണ്ടോ അതല്ല എങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കൊരു സഭയെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതായിട്ടുള്ള പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടോ ഭയപ്പെട്ടിട്ടും ഒക്കെ പുതിയ സഭകൾ ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരൊക്കെ 2, 3, 4 സഭകളായിട്ടാണ് ഒരു ഹോളിൽ ഇരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കാര്യമല്ല പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അപ്പോൾ ആ വചനമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിലെ നമ്മുടെ തോന്നലുകൾ, അത് ദൈവത്തിൻ്റെ തോന്നലുകളാണോ, ദൈവാത്മാവ് തരുന്നതാണോ, നമ്മുടെ തോന്നലുകളാണോ, നമ്മുടെ ശരീരത്തിൻ്റെ മോഹങ്ങളാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ വചനത്തിൻ്റെ പ്രാധാന്യത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് വചനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ സഭയിൽ അത് ക്രമമായി അത് നമ്മൾ പഠിപ്പിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊക്കെ വൈകുന്നേരം 8 മണിക്ക് ആ ക്ലാസ്സിൽ കയറുകയും ഇനി അങ്ങനെ കയറാൻ കഴിയാത്തതായിട്ടുള്ള ആളുകൾ അത് പിന്നീട് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് ചെയ്യണം. പക്ഷേ എനിക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ വെറുതെ ഓണാക്കി വെച്ചാൽ അവരവരുടെ വഴിക്ക് പോവുകയാണോ? ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർക്ക് വിഷമമൊന്നും തോന്നണ്ട, എന്നാൽ പിന്നെ ഓണാക്കി മ്യൂട്ടാക്കി വെച്ചങ്ങ് പോയാൽ അല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ സംഗതി വളരെ ജോറായി. പ്രിയമുള്ളവർ, അതൊരു ഭയങ്കര കപടതയാണ്. അങ്ങനെ ആരും ചെയ്യരുത്. എന്തെങ്കിലും തടസ്സം നിങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി വിളിച്ചങ്ങ് പറഞ്ഞേക്കുക. നിങ്ങളെ വിളിക്കുകയില്ല. പലപ്പോഴും ആളുകൾ സഹോദര ഇന്ന് ഇല്ല എന്ന് പറയാനില്ല, നമ്മൾ 2, 3 പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോൾ അവിടുന്ന് ഫോൺ എടുക്കുകയില്ല. 8 മണിയാകുമ്പോഴേക്കും നമ്മളെല്ലാം റെഡിയായിട്ട് ഇരിക്കണമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യം. ഒരാളെ തന്നെ 3, 4 പ്രാവശ്യം വിളിച്ചുകൊണ്ടിരിക്കും, അപ്പം മീറ്റിംഗ് താമസിക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മളെപ്പോഴും നമ്മളുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെ ദൈവം കാണുന്നു, ആരും കാണുന്നില്ലെങ്കിൽ ദൈവം കാണുന്നു എന്നുള്ളതായിട്ടുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. ഞാനങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നല്ല പറഞ്ഞ്, അങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനത കൊണ്ട് നമ്മളിൽ സാധ്യമാണ്. നമ്മളാരും ഇവിടെ പൂർണ്ണരായിട്ടുള്ള ആളുകളില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യരുത്. അതല്ല അതിൻ്റെ ശരി. സഹോദര, ഇന്ന് എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ യാത്രയിലാണ്. ഞാൻ പലപ്പോഴും ഓർക്ക് നമ്മുടെ എപ്പോൾ വിളിച്ചാലും
നമ്മുടെ ബേബി സഹോദരൻ ഫോൺ എടുത്തിട്ട് പറയും, സഹോദരൻ ഞാൻ പുറത്താണ്, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് വരുമ്പോൾ ഞാൻ വിളിക്കാം, ഫോൺ എടുക്കാതിരിക്കില്ല. അപ്പോൾ നമുക്ക് വളരെ ക്ലിയറാണ്. അതല്ലെങ്കിൽ മുൻകൂട്ടി വിളിച്ച് പറയും. അതൊക്കെ നമ്മുടെ ഒരു സാമാന്യ മര്യാദയിൽപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു വചനത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. വചനത്തിന് അത്രയേറെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നാം കേൾക്കുന്നതായിട്ടുള്ള വചനം പോലും അത്രയേറെ ശുദ്ധമായിരിക്കണം. പത്രോസ് എഴുതിയ ലേഖനത്തിലെ വചനം എന്ന മായമില്ലാത്ത പാൽ, വചനം എന്ന് പറയുന്നത് മായമില്ലാത്ത പാലാണ്. അപ്പോൾ എന്തെങ്കിലും മായമുണ്ട് എങ്കിൽ അത് വചനമാണോ? ആണോ? അല്ല. ഇന്ന് സമൂഹത്തിൽ നമുക്ക് മായമില്ലാത്ത പാലാകുന്ന വചനം കിട്ടാൻ വളരെ അപൂർവമാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു സഹോദരൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, സഹോദര ഒരു പ്രസംഗം കേട്ടിട്ടാണ്, ഭയങ്കര നല്ല പ്രസംഗമാണ്, ഇതുപോലെ പ്രസംഗം കേട്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു സഹോദരനോട് അത് എന്നോടൊന്ന് കേൾക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പം ഞാനും അത് കേട്ട ആദ്യത്തെ സംസാരം തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും വാക്കുകളുടെ പ്രയോഗങ്ങളും അതുപോലെ തന്നെ എല്ലാം വളരെ അസ്വസ്ഥമായി. അപ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്നും പറയുന്ന കാര്യങ്ങളിലൊന്നും വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. അപ്പം എന്നാൽ അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളൊന്നും ശരിയല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പം ഞാൻ ചില മുതിർന്ന സഹോദരന്മാരെ, വചനം പഠിപ്പിക്കുന്ന നമുക്ക് വിശ്വാസമുള്ളതായിട്ട് ചില മുതിർന്ന സഹോദരന്മാരെ വിളിച്ചപ്പം ത്രിത്വത്തിൽ വിശ്വസിക്കാത്ത ആളാണ് അദ്ദേഹം. നമ്മുടെ എംപറർ ഇമ്മാനുവലിനെ പോലെ തമിഴ്നാട്ടിലും ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കർത്താവ് വരും, അല്ലെങ്കിൽ പുള്ളി ഊന്നൽ കൊടുക്കുന്നത് മുഴുവൻ ഈ മഹാപീഡനകാലത്തെക്കുറിച്ചാണ്. ഈ മഹാപീഡനകാലം വരുമ്പം വിൽക്കാനും വാങ്ങാനും ഒന്നും പറ്റുകയില്ല. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു ഗ്രൂപ്പായിട്ട് ഒരിടത്ത് താമസിച്ച് കൃഷിയൊക്കെ ചെയ്ത് നമുക്ക് അന്യോന്യം കൊടുത്ത് നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞ് അവരുടെ പേരിൽ ഉള്ളതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അവർ നല്ല പൊന്നും വിലയ്ക്ക് ഇങ്ങനെ വരുന്നതായിട്ടുള്ള ആളുകൾക്ക് വിറ്റ് പൈസ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു ടീമാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ആദ്യം നല്ല ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വളരെ സൗമ്യതയോടുകൂടിയാണ് അവരവരുടെ വചനപ്രസംഗം നടത്തുക. നമുക്കറിയാം സാത്താൻ എങ്ങനെയാണ് വരുന്നത് നമ്മുടെ അടുത്ത്. 2 കൊമ്പും നീണ്ട പല്ലും നീണ്ട നഖവും ഒക്കെ ആയിട്ട് വന്ന് നമ്മൾ സാത്താനെ സ്വീകരിക്കുമോ? ഇല്ല, നമ്മൾ ആരും സാത്താനെ സ്വീകരിക്കില്ല, അല്ലേ? കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് തോന്നുക? ഭയങ്കര അറപ്പും വെറുപ്പും വിദ്വേഷമാണ് തോന്നുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം സാത്താൻ എന്ത് ചെയ്യും? വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കും, അല്ലേ? ഭയങ്കര കണ്ട നല്ല സൗന്ദര്യം, അല്ല? അങ്ങനെയല്ലേ വചനത്തിൽ എഴുതിയേക്കുന്നത്? സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ, നമ്മളുടെ അടുക്കിലേക്ക് വരുന്നതായിട്ടുള്ള ആളുകൾ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ഏത് വചനവും കേട്ടാൽ നമുക്ക് അത് നന്നായിട്ട് തന്നെ തോന്നും. കാരണം അങ്ങനെ തോന്നിച്ചില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിപാടി മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നല്ലതെന്ന് തോന്നിക്കുന്നതെല്ലാം നല്ലതല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒന്നും പുറകെ പോയാൽ നമ്മുടെ ആത്മീയ ജീവിതം, അവരെക്കുറിച്ച് ഞാൻ പിന്നീട് അറിഞ്ഞത്, അദ്ദേഹം അവരുടെ ഒരു സ്വാധീന വലയത്തിൽ വന്ന് അവരുടെ മീറ്റിങ്ങിനൊക്കെ വിളിച്ച് അവരുടെ ഒരാളായി കഴിയുമ്പോൾ മാത്രമേ സംഗീത പഠനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുള്ളൂ. അന്നേരത്തേക്കും വൈകാരികമായിട്ടും മാനസികമായിട്ടും അവരുടെ ഒരു അടിമത്വത്തിലേക്ക് നമ്മൾ ചെന്ന് ചേർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് വചനത്തെക്കുറിച്ച് നാം വളരെയേറെ ശ്രദ്ധിക്കണം. മായമില്ലാത്ത പാൽ മാത്രമാണ് വചനം. എന്തെങ്കിലും മായം അതിനോട് ചേർത്താൽ അത് വചനമാകുന്നില്ല. ആ വചനം ഒരിക്കലും ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതല്ല, അത് ജീവനുള്ളതല്ല, അത് ചൈതന്യമുള്ളതല്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ ഹൃദയവിചാരങ്ങളെ വിവേചിക്കുവാനായിട്ട് ഈ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം, വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാവും. നമ്മുടെ ഹൃദയത്തിലെ ചിന്തനകളും ഭാവങ്ങളും ഒക്കെ എന്താണ് ആത്മാവിൽ നിന്നുള്ളത്, എന്താണ് ജഡത്തിൽ നിന്നുള്ളത്, എന്താണ് നമ്മുടെ ദേഹിയിൽ നിന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. പ്രിയമുള്ളവരെ, ദൈവവചനത്തോടുള്ള ഞാൻ എന്നും പറയാറുള്ള ഒരു കാര്യമാണ്, ദൈവവചനത്തോട് ഇപ്പോൾ ജനിച്ച ശിശു എന്നതുപോലെ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് നമുക്ക് താല്പര്യമില്ല എങ്കിൽ, നമുക്ക് സമയമില്ല എങ്കിൽ, നമുക്കതിന് ഒരു ഉത്സാഹമില്ല എങ്കിൽ ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനോ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവ്, ദൈവം നൽകുന്നതായിട്ടുള്ള അറിവ് പ്രാപിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. എന്നും ഈ രക്ഷാവിശ്വാസം ന്യായവിധി ഇതും പറഞ്ഞ് നമ്മൾ ഇരിക്കുകയുള്ളൂ. അതിൽ പോലും പലപ്പോഴും ഒരു ഉറപ്പുമില്ലാത്തതായിട്ടുള്ള അവസ്ഥയാണ് ഇന്നത്തെ അനേക സഭകളിലും എന്നുള്ളത് ഞാൻ സങ്കടത്തോടെ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവവചനത്തെ
അതായിരിക്കുന്നു. എത്രയോ സമയം നാം വ്യർത്ഥമായി ചെലവഴിക്കുന്നു. വ്യർത്ഥമായി എത്രയോ സമയം ചെലവഴിക്കുന്നു. ശുദ്ധമായ പാലായിരിക്കുന്നതായിട്ടുള്ള ദൈവവചനം അത് കേൾക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളുവാനും ആത്മാവിൽ കൈക്കൊള്ളുവാനും, ബുദ്ധിയിലല്ല ആത്മാവിൽ കൈക്കൊള്ളുവാനും, പിന്നെ അത് നമ്മളുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരത്തിന്, മാറ്റത്തിന് ഇടയാകുവാനും സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.